ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വ്ലോഗിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ ആണ് കാണിക്കാൻ പോണേ. ആദ്യം തന്നെ ഡേ 2 രാവിലെ എണീറ്റ ഉടനെ ബെഡിൽ കിടന്ന് കണ്ട ഒരു കിഡ്ലൻ വ്യൂ ആണിത്. ചായത്തോട്ടത്തിന്റെ ഇടയിൽ കൊച്ചു കൊച്ചു വീടുകള്, മേലെ വലിയ മലകളിൽ നിന്ന് സൂര്യൻ എത്തിച്ചു നോക്കുന്ന ആ ഒരു വ്യൂ ഒന്നും പറയാനില്ല, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇതേപോലെ 2 ദിവസവും നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് സൺറൈസ് കണ്ടേ. പിന്നെ ഇങ്ങനത്തെ അടിപൊളി ഫീലൊക്കെ കിട്ടുമ്പോൾ ഇവിടെ തന്നെ ആ വീടൊക്കെ ഉണ്ടാക്കി സൺറൈസും തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കിടക്കാൻ തോന്നും. അപ്പൊ എന്തായാലും അതൊന്നും പറ്റാത്ത കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, ബട്ടർ, ജാം, ബോയിൽഡ് എഗ്, പിന്നെ നല്ല ചൂട് കാപ്പിയായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു പോയ കാരണം കുറച്ചും കൂടി കൂടുതൽ സമയം നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം പോണത് ടീ പാർക്കിലേക്കാണ്. ഇതാണ് നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത് കണ്ടൊരു സ്ഥലം. ഇവിടെയും എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. അഡൽട്സിന് 40 rupees ആണ്. കയറുന്ന സമയത്ത് കുറച്ച് തിരക്കൊക്കെ തോന്നി, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ പാർക്കിങ്ങിനും അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഇതും ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ പോലെ തന്നെ വലിയൊരു ഏരിയ ആണ്. ഫ്ലവേഴ്സ് ഒക്കെ മേ ബി സീസൺ ടൈമിൽ കൂടുതലുണ്ടാവും, പക്ഷെ ഇപ്പൊ കൂടുതൽ പച്ചപ്പാണ് കാണുന്നേ. പിന്നെ ടീ ഗാർഡൻ എന്നുള്ള പേര് പോലെ തന്നെ നിറയെ ടീ പ്ലാന്റ്സ് ആണ്. ഇവിടെ അവരുടെ ഡ്രസ്സും ബാസ്ക്കറ്റും ഒക്കെ ഇട്ട് ടീ ലീവ്സ് പൊട്ടിക്കുന്ന ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതിന് അവർ 250 rupees അങ്ങോട്ട് മേടിക്കുന്നുണ്ട്. അത് കാണാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞങ്ങൾ അത് ഇല്ലാണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ചായത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ. ഇതൊക്കെ പണ്ട് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നേ. അപ്പൊ അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് എനിക്കും ഉണ്ട്. അപ്പുറത്ത് ചായത്തോട്ടാണെങ്കിൽ ഇപ്പുറത്ത് പുല്ലും പൂക്കളൊക്കെയാണ്. പൂക്കളൊക്കെ എല്ലാ സീസണിൽ കുറേയും കൂടി നല്ല ഭംഗിയായിരിക്കും. ഇവിടെ പൂക്കളും ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. അതിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പല ഫ്ലേവേഴ്സിലുള്ള ചായയും കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇതിന്റെ ഇടയിൽ ചെടികളുടെ ഇടയിൽ നിന്ന് ഒരു ഓന്തിനെ കണ്ടു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടും ഒത്തിരി സംഭവങ്ങളുണ്ട്. ഊഞ്ഞാലും സ്ലൈഡും സീസോവും അങ്ങനെ വേറെ കുറേ സാധനങ്ങൾ. പിന്നെ കുട്ടികൾ മാത്രമല്ല, വലിയവരും ഇതിലിരുന്ന് ആടും പാടും ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങളും ഇതിലിരുന്ന് എൻജോയ് ചെയ്തു. പാർക്കൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് പുല്ലൊക്കെ കട്ട് ചെയ്ത് ലെവലിലാക്കുകയാണ്. കുട്ടികളുടെ പ്ലേ ഏരിയയുടെ തൊട്ടിപ്പുറത്തെ സൈഡാണിത്. അവിടെ നിറയെ ചായത്തോട്ടാണ്. ജോസഫ് അങ്ങോട്ട് താഴെ ഇറങ്ങിപ്പോയി. ഇത്രയും സ്റ്റെപ്സ് കണ്ടപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇതാണ് അതിന്റെ വ്യൂ. എന്താ ഭംഗിയില്ലേ. ഒരു യൂറോപ്യൻ കൺട്രി പോലെയൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ പ്ലേ ഏരിയയുടെ അവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിലേക്ക് ഒരു വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും പുല്ലാണ്. നമുക്ക് അവിടേക്ക് പോവാം. മുകളിൽ ഇതേപോലത്തെ ഹട്ടും പിന്നെ പല ആനിമൽസിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേ ബി അയിമൊക്കെ പൂക്കളൊക്കെ ഉണ്ടാക്കി പടർത്താനാവും. പിന്നെ ഇപ്പുറത്ത് പാറകളൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെടുക്കാന്ന് തോന്നുന്നു. അത് ദൂരെ നിന്ന് കാണുമ്പോ ഒക്കെ രസമുണ്ട്. പിന്നെ അവിടെ അടുത്ത് തന്നെ മുകളിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിട്ടുള്ള ഒരു മരം കണ്ടു. അങ്ങനെ മുകളിലത്തെ ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കാണാം. ഫുൾ പാർക്ക് കാണാം. ഈ പാർക്കിൽ അധികം ആൾക്കാരില്ലാത്ത കാരണം നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. അപ്പൊ ആടാനും പാടാനും ഒക്കെ അതിൻ്റെതായ ഫണ്ടുണ്ടായിരുന്നു. ഐറിനും ഡിജും അവിടെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ പുറമെന്ന് വേറെ ആരും ഇല്ലാത്ത കാരണം വീഡിയോ എടുക്കാനും നല്ല രസമായിരുന്നു. ഈ ഒരു പാർക്ക് ഏതൊരു പ്രായക്കാർക്കും ഇഷ്ടാവും. പിന്നെ ഇവിടുത്തെ വെതറും നല്ലതായ കാരണം പെട്ടെന്നൊന്നും വേർക്കൂല. പാർക്കിങ്ങിന്റെ അപ്പുറത്തെ സൈഡിലും കുറെ ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. ഇതാ ക്രോക്കഡൈൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ടയർഡായിട്ടുണ്ടെങ്കിൽ ഇരിക്കാനായിട്ട് ഇവിടെ മുകളിൽ ബെഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ എടുത്ത് തകർക്കാൻ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ 2-3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ശരിക്കും ഇവിടുന്ന് പോവാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം അത്ര ഫണ്ട് ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഒരു സ്ഥലം പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോണം. ശരിക്കും എൻജോയ് ചെയ്യും.
ടീ പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടു. ദോദബെട്ട പീക്ക്. ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. ഇതാ പോണ വഴിയൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അവിടേക്ക് പോണ സമയത്ത് നമുക്ക് ടോൾ കൊടുക്കണം. ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ആരും പ്രോപ്പറായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യാത്ത കാരണം കുറച്ച് കൺജസ്റ്റഡ് ആണ് ഈ ഏരിയ. പിന്നെ കുറച്ച് നടന്നിട്ട് വേണം നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഇവിടെ തുടക്കം തൊട്ട് തന്നെ രണ്ട് സൈഡിലും കച്ചവടക്കാരാണ്. വുളൻ ക്ലോത്ത്സും സ്ട്രീറ്റ് ഫുഡും മാലയും വളയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ മസാല ഇട്ട പൈനാപ്പിളും മാങ്ങയൊക്കെ മേടിച്ചു. ഞാൻ ആക്ച്വലി ഒരു പൈനാപ്പിൾ ലവർ അല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ അത് കഴിച്ചു. അങ്ങനെ മോളിൽ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അഡൽട്ടിന് 10 രൂപയാണ് എൻട്രൻസ് ഫീ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലത്തെ ഹയസ്റ്റ് പീക്കിലാണ് നിൽക്കണേ. ദാ ഈ മുന്നിൽ കാണുന്നതാണ് വാച്ച് ടവർ. അതിൻ്റെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടും. ഇനി ഇതിലേക്ക് ഒന്ന് കയറി നോക്കാം. കർണാടക ബോർഡർ, ഊട്ടി ടൗൺ, അങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റും കാണുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുകളിൽ നിന്ന് എടുത്ത വ്യൂ ആണ്. ഈ ഭാഗത്ത് കോടയൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കണ കാണാൻ എന്ത് ഭംഗിയല്ലേ. ആ ഒരു ഏരിയയിലാണ് നമ്മുടെ റൂം ഉള്ളത്. നമ്മൾ അവിടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വളഞ്ഞു തിരിഞ്ഞ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ പോവാം. അതിനുശേഷം ഒരു ഗേറ്റ് താഴേക്കുള്ളത് ഓപ്പൺ ആണ്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഇറങ്ങി പോവാം. ഇതാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ഫുൾ പാറയൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. മുകളിൽ നിന്ന് കണ്ട ആ വ്യൂ ഒക്കെ തന്നെയാണ് ഇവിടെ നിന്നും കാണുക. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ചുറ്റും നെറ്റ് ഇട്ടിട്ടുണ്ട് താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചൂട് സുണ്ടലൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെയാണ് നമ്മൾ ടോൾ കൊടുത്ത് പോണ സമയത്ത് അത് എടുക്കാൻ പറ്റിയില്ല. ഇത് ഊട്ടി ടൗൺ ആണ്. ഇവിടെയുള്ള ഈ ബ്രീക്ക് സ്കൂളിലാണ് എൻ്റെ ഫ്രണ്ട് സർലയുടെ ഹസ്ബൻഡ് രാജീവ് പഠിച്ചത്. അപ്പോൾ ആളുടെ സ്കൂൾ മെമ്മറീസൊക്കെ റിഫ്രഷ് ചെയ്യാനായിട്ടാണ് ഇത് ഇട്ടത്. അപ്പോൾ രാജീവിനും പിന്നെ ഇവിടെ പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഡെഡിക്കേഷനാണിത്. അങ്ങനെ ആളുടെ സ്കൂളും കാണാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ചർച്ച്. ഇത് സെക്കൻഡ് ഓൾഡസ്റ്റ് പള്ളിയാണ് നീൽഗിരീസിലെ. കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പള്ളിയിലേക്ക് എത്താൻ. പള്ളി നല്ല സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് തിരിച്ചു. വീടെത്താറായപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ചായത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഇതാണ് ആ ചായത്തോട്ടം. ഇവിടെ ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ ചായയിലൊക്കെ പൊട്ടിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സർപ്രൈസിങ് കാര്യം കാണിച്ചു തരാം. നോക്ക്, ദൂരെ അവിടെ കുറച്ച് വീടുകൾ കാണാം. അതിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റിലുള്ള ഒരു വീട്, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ അവിടെ ആ യെല്ലോ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത ആ ഒരു വീട് നല്ല രസമല്ലേ കാണാൻ. അപ്പം ഈ ഭാഗത്തേക്ക് വന്നില്ലെങ്കിൽ ഈ ഒരു സീൻ മിസ്സായി പോയേനെ. അതിനുശേഷം കുറച്ചു നേരം അവിടുത്തെ പണിക്കാരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഒരു ഡ്രൈവിന് പോയി. അവിടുത്തെ വ്യൂ ആണിത്. ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും ഒത്തിരി ഭംഗിയാണ്. ഇവിടെ രണ്ടാൾ ഫ്രഷ് ആയിട്ട് ഇല പൊട്ടിച്ച് ചായ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയാനായിട്ട് ഇല പൊട്ടിക്കുകയാണേ. അതിനുശേഷം വീട്ടിൽ ചെന്ന് ഇന്നത്തെ നമ്മുടെ ഡിന്നർ ബാർബിക്യൂ ആണ്. ബാർബിക്യൂ ക്യാമ്പ് ഫയറൊക്കെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഹോം സ്റ്റേയിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ചിക്കനൊക്കെ അവർ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് തന്നു. ഇതിനൊക്കെ ഒരു അഡീഷണലായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. എന്നാലും തണുപ്പത്ത് ഇതൊക്കെ ഒരു രസമല്ലേ.
തിരിഞ്ഞു നിൽക്ക് രാത്രി 11-11:30 വരെ മ്യൂസിക്കും ഡാൻസും പാട്ടും ബാർബിക്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പുറത്ത് നല്ല തണുപ്പായ കാരണം ഇങ്ങനെ ചാടുമ്പോൾ തന്നെയാണ് രസം. പിന്നെ എത്ര ചാടിയാലും വേർക്കില്ല, കാരണം തണുപ്പാണ്. അങ്ങനെ നമ്മുടെ ഡേ 2 അടിപൊളിയായി. ഇന്ന് ഡേ 3 ആണ്. ഇന്ന് ഉച്ച വരെയാണ് നമുക്ക് നമ്മുടെ റൂമുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ തന്നെ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഇന്ന് രാത്രിയോട് കൂടിയിട്ട് നാട്ടിലേക്ക് പോവും. അപ്പോൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ലഗേജൊക്കെ വണ്ടിയിലിട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി സ്ഥലങ്ങൾ കറങ്ങും. എന്നാലും ആ വീടിനോടും അതിൻ്റെ മുമ്പിലുള്ള ബ്യൂട്ടിഫുൾ വ്യൂവിനോടും പിന്നെ അവിടുത്തെ ചേട്ടനോടൊക്കെ ബായ് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ താമസിച്ച ആ ലൊക്കേഷനൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോരണം. ഇന്നലത്തെ പോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ പോണത് ഊട്ടി ബോട്ട് ഹൗസിലേക്കാണ്. ഇവിടെ ബോട്ടിങ്ങും ഉണ്ട്, പിന്നെ വേറെ പല ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ കാണാമെന്ന് നോക്കാം. ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. എൻട്രൻസ് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിങ്ങിൻ്റെ ബുക്കിംഗ് കൗണ്ടർ ഉള്ളത്. ഇവിടെ പല ടൈപ്പ് ബോട്ട് ഉണ്ട്. പെഡൽ ബോട്ട്, മോട്ടോർ ബോട്ട്, അങ്ങനെ കുറേ ടൈപ്പ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ 2 സീറ്റർ, 4 സീറ്റർ, 10 സീറ്റർ, 15 സീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബോട്ട് അനുസരിച്ചാണ് അതിൻ്റെ പ്രൈസ്. ഞങ്ങൾ 5 ആളുള്ള കാരണം 5 സീറ്റർ ഇല്ല. അപ്പോൾ 6 സീറ്ററിൻ്റെ മോട്ടോർ ബോട്ടാണ് എടുത്തത്. ഇനി നമുക്ക് ബോട്ടിലിരുന്ന് കണ്ട കാഴ്ചകൾ കാണാം. ബോട്ടിൻ്റെ ഡ്രൈവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ആ മോട്ടർ ഒന്ന് റേസ് ചെയ്യും. അപ്പോൾ ശരിക്കും ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയും. അത് പേടിയുണ്ടെങ്കിലും ഒരു രസമൊക്കെ ഉണ്ട്. അങ്ങനെ ബോട്ട് റൈഡും അടിപൊളിയായിരുന്നു. അതിനുശേഷം അവിടെ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. പിന്നെ ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാർട്ട് ഉണ്ട്. അതിൽ ഞങ്ങൾ എല്ലാവരും ഫോട്ടോസ് എടുത്തു. ഇവിടെ നിന്നാൽ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ വെറൈറ്റി ബോട്ടുകളൊക്കെ കാണാം. പിന്നെ അവിടെയും ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതും ഓപ്പൺ അല്ല. ഇപ്പം അത്യാവശ്യം എല്ലാം കവറായിട്ടുണ്ട്. ഇനി ഈ ബോട്ട് ഹൗസിൻ്റെ അവിടെ തന്നെ ഒരു മിനി ട്രെയിൻ ഉണ്ട്. അപ്പോൾ ടോയ് ട്രെയിനിൽ പോകാൻ പറ്റാത്ത ക്ഷീണം മിനി ട്രെയിനിൽ പോയിട്ട് നമ്മൾ തീർത്തു. ഇതൊരു കുട്ടി ട്രെയിനാണ്. അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞൊരു കൗണ്ടറും ഉണ്ട്.
ഇവിടെ അഡൾട്ടിന് 60 റുപ്പീസാണ് ടിക്കറ്റ്. ഇത് മോളിലൊക്കെ ഉണ്ടാവുന്ന കൊച്ചു ട്രെയിൻ പോലെ തന്നെയാണ്. പിന്നെ എല്ലാവരും കൂടി ഇല്ലപ്പോൾ ഇതൊക്കെ ഫണ്ണാണ്. ഇതിലാകെ 5-6 ബോഗിയല്ലോ. പിന്നെ ഒരു ബോഗിയിൽ ഏകദേശം 5-6 ആൾക്ക് ഇരിക്കാൻ പറ്റും. ഇത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് പോണത്, അതേപോലെ വളരെ സ്ലോ ആണ്. പിന്നെ പോണ വഴി നല്ല രസമുള്ളതാണ്. ട്രെയിനിൻ്റെ 2 സൈഡിലും കാട് പോലെയാണ്. അതേപോലെ പൈൻ ട്രീ ഒക്കെ കാണാം. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോയ ലേക്ക് കാണാം. അപ്പം ഇതുവരെ ട്രെയിനിൽ പോവാത്തവർക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. പിന്നെ പോയവർക്ക് ഒന്ന് നൊസ്റ്റു അടിക്കാം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് സ്ഥിരം ട്രെയിനിലാണ് വരിക. അപ്പം ഞങ്ങൾ അതൊക്കെ ഓർത്തു. മിനി ട്രെയിനിൻ്റെ അടുത്ത് തന്നെ ഹോഴ്സ് റൈഡും ഉണ്ട്. അപ്പം അതിലും താല്പര്യമുണ്ടെങ്കിൽ കയറാം. അപ്പം ഇതൊക്കെയാണ് ഹൗസ് ബോട്ടിലെ കാഴ്ചകൾ. ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ഉൾസ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോയി. അവിടെ കണ്ട കാഴ്ചയാണിത്. എന്താ ഭംഗിയില്ലേ. ഇവിടെ നിറയെ ക്യാബേജ് ഉണ്ടായിക്കാണ്. അതേപോലെ പല സ്ഥലത്തും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഊട്ടിയിലെ ടോയ് ട്രെയിൻ ഭയങ്കര ഫേമസ് ആണ്. അതിന് ടിക്കറ്റ് കിട്ടാനായിട്ട് 2-3 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം എന്നാണ് പറയണേ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ട്രെയിൻ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ കണ്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, പക്ഷെ വളരെ മോശമായിരുന്നു. അടുത്തത് നമ്മൾ കാരൻ ഹിൽ ഇക്കോ അവയർനെസ് സെൻ്ററാണ് കാണാൻ പോണേ. ഇത് അധികം ആരും പറഞ്ഞു കേൾക്കാത്തൊരു സ്ഥലമാണ്. ഇവിടെ അഡൾട്ടിന് എൻട്രൻസ് ടിക്കറ്റ് 30 റുപ്പീസാണ്. പിന്നെ പാർക്കിങ്ങിനും എക്സ്ട്രാ ഉണ്ട്. കയറുമ്പോൾ തന്നെ ജോസഫിന് ഒരു കൂട്ടുകാരനെ കിട്ടി. ഇവിടെ വാച്ച് ടവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൽ കയറി. ഇതൊരു ഹട്ട് മോഡൽ സ്ട്രക്ചറാണ്. ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് വിസിറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേ. ഈ ഒരു ഏരിയയിലത്തെ ആനിമൽസും പ്ലാന്റ്സും ബേർഡ്സും അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേ. ബേസിക്കലി ഒരു കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് നീൽഗിരീസ് ആണ് അവർ ഉദ്ദേശിച്ചത്. ഇതൊരു മിനി മ്യൂസിയം പോലെയാണ്. ഇവിടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ അവിടെ ഒരു കേവ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഈ ട്രൈബൽസിനെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ അവരുടെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെയാണ് ഇതിലത്തെ പ്രത്യേകതകൾ. ഇനി നമുക്ക് വാച്ച് ടവറിലേക്ക് പോവാം. നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ നടന്നാലാണ് വാച്ച് ടവർ കാണാൻ പറ്റുക. പോണ വഴിയിൽ ഇവിടെ നിറയെ പൈൻ ട്രീസ് ആണ്. ഇതാ നോക്ക്, അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, അത് അടച്ചിട്ടേക്കാണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് ശരിക്കും മിസ് ചെയ്തു. അതിലേക്ക് കൂടെ പോകാനൊക്കെ പറ്റുകയാണെങ്കിൽ നല്ല ഫണ്ണായിരുന്നേ. ആ മരങ്ങൾ അങ്ങനെ നിൽക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയാ. പക്ഷെ വെയിലും ചൂടും ഒന്നും ഫീൽ ചെയ്യുന്നില്ല. മേ ബി ഊട്ടിയായ കാരണമാവും. ശരിക്കും നമ്മളൊരു കാട്ടിക്കൂടിയാണ് നടക്കണേ. പക്ഷെ അതിൻ്റെ ഒരു പേടിയൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ കയറ്റം കയറുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേച്ചറിനെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് നടക്കുകയാണ് ഞാൻ. അപ്പം ചുറ്റും കാണാൻ എന്ത് ഭംഗിയല്ലേ. അങ്ങനെ ഫൈനലി നമ്മുടെ വാച്ച് ടവർ എത്തി. ഇവിടുന്ന് കാണുന്ന വ്യൂ ആണിത്. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ച് ആ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് നടക്കാം. ഈ പൈൻ ട്രീസിന്റെ നടുവിൽ ഒരാളുടെ ആഗ്രഹമായിരുന്നു ഭാര്യനെ പൊക്കല്. അപ്പം അത് സാധിച്ചു. ഓൺ ദ വേയിലും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പം ഇനി നമുക്ക് തിരിച്ച് നടക്കാം. അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം മുഴുവനും പൈൻ ട്രീസിന്റെ ചുറ്റും നടന്ന് ഞാൻ തീർത്തു. അതും നല്ലൊരു ഫീലായിരുന്നു. കുറേ സിനിമകളിൽ ഇങ്ങനത്തെയൊക്കെ ഭാഗം കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓർമ്മ വന്നു. ആ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കാരൻ ഹിൽസിൽ നിന്ന് നേരെ വന്നതാണ് പൈക്കാര വാട്ടർഫോൾസിലേക്ക്.
വാട്ടർഫോൾസിലേക്ക് എത്താനായിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ 30 റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കാറിൽ പോവാം. ഞങ്ങൾ പോണ നേരത്ത് ബാറ്ററി വണ്ടിയിലാണ് പോയേ. പിന്നെ ഇവിടെ അഡൽട്ടിൻ്റെ ടിക്കറ്റിന് 40 റുപ്പീസാണ്. വാട്ടർഫോൾസ് കാണാനായിട്ട് കുറേ സ്റ്റെപ്സ് ഇറങ്ങി പോകണം. അപ്പോൾ ആദ്യം നമ്മളൊരു ലേക്കാണ് കാണുക. ഇവിടെ ഒത്തിരി എക്സ്പെക്റ്റേഷനൊന്നും വെച്ചിട്ട് വരരുത്. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് പോലെയൊന്നും ഇല്ല. ഇത് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ആണ്. പക്ഷെ മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നേച്ചറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും അലൗഡ് അല്ല. അപ്പം അതിനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ അഞ്ചേച്ചി മാത്രം ബാറ്ററി കാറിൽ പോയി. നമ്മളൊക്കെ നടന്നിട്ടാണ് പോയി. അതിനുശേഷം നേരെ തൃശ്ശൂർക്ക് വിട്ടു. രാത്രിയായി വീട്ടിലെത്തുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡിന്നർ കഴിച്ചു. പിന്നെ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.